ഇന്ന് മോദി പിന്നെ വീണ്ടും പറയുന്നു. ശ്രീ യുവരാജ് ഗോലിൽ രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്ത് മലവെള്ളം പോലെ വന്നതല്ലേ അഴിമതി ആരോപണങ്ങൾ. അതിൻ്റെ ചിറകിലേറി തന്നെയാണ് ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് വന്ന് ഉറപ്പായും പറയാം. 2G സ്പെക്ട്രം അഴിമതി കേസിൽ പ്രതികളെയൊക്കെ വിചാരണ കോടതി വെറുതെ വിട്ടത് എന്നാണ് 2017. CBIയുടെ അപ്പീൽ കോടതി ഈ അടുത്ത മാസം എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഡൽഹി ഹൈക്കോടതി. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി എന്തായി? കൽമാടിക്കപ്പുറം ആരെങ്കിലും കയ്യാമ വെച്ചോ? കോൾ ബ്ലോക്ക് അഴിമതി, ശതകോടികളുടെ അഴിമതി എന്നാണ് ആരോപണം. എന്തായി? ആരോപണ വിധേയൻ നവീൻ ജിൻഡാൽ നിങ്ങളുടെ കുരുക്ഷേത്ര സ്ഥാനാർത്ഥിയാണ്. ആദർശ് ഹൗസ് കുംഭകോണം ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എത്ര പേരെ പിടിച്ചകത്തിട്ടു? പ്രധാന ആരോപണ വിധേയൻ അശോക് ചവാൻ, ഇപ്പോൾ BJP നേതാവ്. ആരെ പറ്റിക്കാനാണ് നീ പറയുന്നത് ശ്രീ യുവരാജ് ഗോകുൽ? നോക്കൂ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം ശ്രീ അനിൽകുമാർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കേട്ടെ. അദ്ദേഹം പറയുന്നത് എന്താ, പെട്രോൾ പ്രൈസ് അല്ല, അത് ഹാഷ്മിയും പറയുന്നത് കേട്ടായിരുന്നു. പെട്രോൾ പ്രൈസ് 50 രൂപയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞു. പെട്രോൾ പ്രൈസ് 50 രൂപയാക്കുമെന്ന് BJPയുടെ മാനിഫെസ്റ്റോയിൽ എവിടെയാണ് ഉണ്ടായിരുന്നതെന്നൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്നാൽ എനിക്കതിന് മറുപടി പറയാമായിരുന്നു. ഇത് കുറച്ച് നാളായിട്ട് ഈ ആരോപണം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ട് കിടക്കുകയാണ്. BJP എന്തോ വാഗ്ദാനം നൽകി 50 രൂപയ്ക്ക് നൽകുമെന്ന്. 50 രൂപയ്ക്ക് നൽകി എന്നുള്ള കാര്യം BJPയുടെ മാനിഫെസ്റ്റോയിൽ നിങ്ങൾ ആരെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. കാണിച്ചു തരികയാണെന്നുണ്ടെങ്കിൽ ശരി, ഞാൻ ആ പറയുന്ന കാര്യത്തിലൂടെ സംഭവിക്കാം. BJP ഇപ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പ്രൈസ് കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്ക് യാതൊരു വിധത്തിലുള്ള സംശയവും വേണ്ട. ഇനി താങ്കളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. 1984 മുതൽ 84 പെട്രോൾ പ്രൈസ് 8 രൂപയാണ്. 94 അത് 16 രൂപ, ഇരട്ടിയിലേക്ക് പോയി. 94 16 രൂപ, 2004 എത്തിയപ്പോൾ 32 രൂപ, വീണ്ടും ഇരട്ടിയിലേക്ക് പോയി. 32 രൂപ 2014 എത്തിയപ്പോൾ 73 രൂപ, ഇരട്ടിക്ക് മുകളിലേക്ക് പോയി. ഇന്ന് ഇന്ത്യയിലെ പെട്രോൾ പ്രൈസ് എന്ന് പറയുന്നത് 95 രൂപയാണ്. ഇരട്ടിയിലേക്ക് പോയില്ല എന്നല്ല, 50% പോലും നേരെ ചൊവ്വേ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിൽ നമ്മൾ 108 രൂപ 109 രൂപയൊക്കെ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കേരള സർക്കാർ എന്തുകൊണ്ട് 19 രൂപയോ മറ്റോ എന്താണ് ഇതിനെ ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യം, ഏത് ഇന്ധന നികുതിയായിട്ട് ചാർജ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിന് ഉത്തരം പറയേണ്ടത് CPM ആണ്, ഞങ്ങളല്ല. 1. 2, ശ്രീ M. ലിജുവിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെ നോക്കിയാലും തൊഴിലില്ലായ്മയാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലായ്മയിൽ മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നേ. അതുകൊണ്ടാണ് അങ്ങ് ചുറ്റും നോക്കുമ്പോൾ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന സാഹചര്യമുള്ളത്. പിന്നെ ശ്രീ അനിൽകുമാർ എന്നെ പറഞ്ഞതാണ് 1.5 ലക്ഷം പേർക്ക് മറ്റോ ആണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ജോലി കൊടുത്തത് എന്നുള്ള കാര്യം. 2023 ജൂണിൽ ജിതേന്ദ്ര ശർമ്മ തന്നെ വളരെ കൃത്യമായിട്ട് വന്നിട്ട് 8,81,000 സംതിങ് ആൾക്കാർക്ക് കേന്ദ്ര സർക്കാർ നിയമനം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായ കണക്കുൾപ്പെടെ പറയുകയുണ്ടായി. 2004 മുതൽ 2013 വരെയുള്ള 9 വർഷ കാലഘട്ടത്തിൽ അതിൽ ആദ്യത്തെ ടേം നിങ്ങളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് അനിൽകുമാറെ കേന്ദ്രം UPA സർക്കാർ ഭരിക്കുന്നത്. അന്ന് 6 ലക്ഷത്തി സംതിങ് ആൾക്കാർക്ക് മാത്രമാണ് തൊഴിൽ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ജനുവരിയിലെ ബിസിനസ് സ്റ്റാൻഡേർഡ് വാർത്തയുണ്ട്. ആ വാർത്ത വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഫൈനാൻഷ്യൽ ഇയർ 2023 മാത്രം 8 കോടിയിലധികം തൊഴിൽ പ്രൈവറ്റ് സെക്ടർ മേഖലയിൽ മുഖ്യധാര കമ്പനികൾ തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇതെല്ലാം വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞാണ്. താങ്കൾ ഏത് ലോകത്തെന്നാണ് താങ്കളുടേതായ കണക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ശതകോടീശ്വരന്മാരുടെ എണ്ണം കൂടുന്ന നല്ലതല്ലേ? ഇന്ത്യയിൽ ശതകോടീശ്വരന്മാരുണ്ടാകുന്നതിൽ താങ്കൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? 5 ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ മാത്രമാണ് ഇവിടെ ടാക്സ് കൊടുക്കുന്നത്. 5 ലക്ഷത്തിന് മുകളിൽ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര മടങ്ങായിട്ടാണ് കൂടിയെന്ന് താങ്കൾക്ക് അറിയാമോ? ശതകോടീശ്വരന്മാരുടെ എണ്ണം 1 മടങ്ങാണ് കൂടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ മിഡിൽ ക്ലാസ്സിൽ ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം 4 5 മടങ്ങായിട്ടാണ് കൂടിയിരിക്കുന്നത്. താങ്കൾ ആ കണക്ക് കൂടി താങ്കളെടുത്ത് നോക്കണം. 25 കോടി ആൾക്കാർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സമസ്ത മേഖലയിലും ആ തലത്തിൽ ആൾക്കാർ ഒരു ലെവലിന്റെ മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഇന്ന് ഈ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വളരെ കോൺഫിഡൻസോട് കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പിന്നെ ഇലക്ഷൻ ആകുന്ന സമയത്ത് ഓരോ പ്രദേശത്ത് ഓരോ തലത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന ലോക്കലായിട്ടുള്ള വിഷയങ്ങളുണ്ടാവും. ആ വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അതിനെ എടുത്തുകൊണ്ട് വന്ന് പാൻ ഇന്ത്യ തലത്തിൽ മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിച്ച് അതാണ് വിഷയം, അല്ലാതെ വികസനം ചർച്ച ചെയ്യുന്നില്ല. ഞങ്ങൾ വികസനം തന്നെയാണ് തുടക്കം മുതൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇറച്ചിക്കറിയെ പറ്റി പറയുകയാണ്. വേണ്ടിയിട്ട് യാതൊരു മടിയുമില്ല. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മട്ടൻ കറി വെച്ചതിനെ പറ്റി പറയുകയാണ്. രാജ്യത്തിന്റെ എവിടെ ആയിക്കോട്ടെ, ഇനി ഏത് പ്രാദേശികമായിട്ടായിക്കോട്ടെ, പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണോ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ് രാഹുൽ അല്ലെ എന്താണ് രണ്ട് പ്രതിപക്ഷ നേതാക്കൾ മട്ടൻ കറി വെച്ചിട്ട് വീഡിയോ ഇട്ടു, അത് മുഗളന്മാരുടെ സ്റ്റൈലാണ്. എന്താണ് യുവരാജ് ഗോകുൽ ഇത്? ഹാഷ്മി
ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമയമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ പ്രദേശത്തും പ്രാദേശികമായി സംസാരിക്കുന്നത് പ്രാദേശികമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കശ്മീരിൽ സംസാരിച്ചാൽ, യു പിയിൽ സംസാരിച്ചാൽ, ഗുജറാത്തിൽ സംസാരിച്ചാൽ, കേരളത്തിൽ സംസാരിച്ചാൽ ഇത് ഇന്ത്യ മുഴുവൻ ഡിസ്കഷൻ ആകുന്ന ഒരു പോയിന്റിലേക്ക് കാര്യം നമുക്ക് തോന്നുന്നത് അത്ര വലിയൊരു പ്രദേശത്തെ ജനങ്ങൾ മാത്രം കേൾക്കാനാണെങ്കിൽ എന്തും പറയാവുന്നതാണോ? അന്നൊരു ഗുജറാത്ത് നിയമസഭാ ഇലക്ഷന്റെ സമയത്താണ് മൻമോഹൻ സിംഗ് പാകിസ്ഥാനിലെ ആരോമായി രഹസ്യ ചർച്ച നടത്തിയെന്ന് പറഞ്ഞത്. എന്തെങ്കിലും തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണോ? വെറുതെ അങ്ങ് പറയാണ്. ഓർക്കുന്നുണ്ടോ അത്? അല്ല എങ്കിൽ പിന്നെ അവരോട് കൊണ്ട് ഹാഷ്മി കുറച്ചു നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളോട് കേസ് കൊടുക്കാൻ, അതുപോലെ അവരോട് പറയുന്നേ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ. അത് വേറെ കേസ് കൊടുക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുപ്പ് എന്താണ് രാജ്യത്തിന്റെ ഒരു മുൻ പ്രധാനമന്ത്രി പാകിസ്ഥാനുമായി BJP തോൽപ്പിക്കാൻ രഹസ്യ ചർച്ച നടത്തി എന്ന് പറയുന്നത്? ലിജു ഉൾപ്പെടെ കോൺഗ്രസ്സുകാർ, CPM ഉൾപ്പെടെ എന്നിട്ട് കേസ് കൊടുക്കാൻ പറയണം. BJP മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുത്തു, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് അവിടെ അപകടം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ? എന്തിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്? ഇവരാരെങ്കിലും അതിന് തെളിവ് മുമ്പോട്ട് പ്രചരണമാണ്, ഇൻഫർമേഷൻ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാവും. അപ്പൊ ഒരു ഭാഗത്തേക്ക് മാത്രം എടുത്തു വെച്ച് സംസാരിക്കേണ്ടത് കാര്യമൊന്നുമില്ല. ഇവിടെ ഹാഷ്മി ഉൾപ്പെടെ ഇപ്പൊ ഹാഷ്മി ദുഷ്ടലാക്കോടുകൂടി, ഈ ദുഷ്ടലാക്കോടുകൂടി എന്നൊക്കെ പറഞ്ഞ പുൽവാമയെ പറയുന്ന എന്തടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് സത്യപാൽ മാലിക് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞാണ്. പലതവണ കണ്ടതല്ലെന്നേ. സത്യപാൽ മാലിക് പറഞ്ഞ കാര്യം പറഞ്ഞാണ്. സത്യപാൽ മാലിക്കിന് മുമ്പ് നിങ്ങൾ ആരും പറഞ്ഞില്ലേ? ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. സത്യപാൽ മാലിക് പറയുന്നതിന് മുമ്പ് ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു. കാണിച്ചു തരാമോ? സത്യപാൽ മാലിക് പറയുന്നതിന് മുമ്പ് പറഞ്ഞില്ലേ? കാണിച്ചു തരാമോ? ഒന്ന് കാണിച്ചു തരാമോ? യുവരാജ് ഗോകുലിനെ വെല്ലുവിളിക്കുന്നു. വെറുതെ വാബോയ ഓടാൽ എന്തെങ്കിലും പറഞ്ഞു പോകരുത്. ഞാൻ പറയട്ടെ, വെറുതെ വാബോയ ഓടാൽ എന്തെങ്കിലും പറഞ്ഞു പോകരുത്. ഹാഷ്മിയുടെ വായി കുത്തി കയറണ്ട. ഹാഷ്മിയുടെ വായി കുത്തി കയറണ്ട. ഹാഷ്മി പറയില്ല. ഹാഷ്മി പറയില്ല. ഹാഷ്മി പറയില്ല. ഹാഷ്മിക്ക് സൈനികനോട് ബഹുമാനമുള്ള ആളാണ് ഹാഷ്മി. ന്യൂസ് ആങ്കേഴ്സും ഇവിടുത്തെ ന്യൂസ് ആങ്കേഴ്സും പൊളിറ്റിക്കൽ ലീഡേഴ്സും വന്നിരുന്നിട്ട് മനഃപൂർവ്വം അവിടെ പുൽവാമയിലെ 40 സൈനികരെ കൊലയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായതാണ്, മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറയുന്ന എത്ര വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ ക്ലിപ്സ് തന്നെ എന്റെ ചാനലിലെ ഒരു ക്ലിപ്സിൽ ഒരു അവതാരനും പറഞ്ഞിട്ടില്ല. എന്റെ ചാനലിന്റെ ഒരു ക്ലിപ്പിൽ ഒരു അവതാരനും പറഞ്ഞിട്ടില്ല. അല്ല നിങ്ങളുടെ ചാനൽ എന്ന് പറയും, എന്റെ ചാനലിന്റെ ഒരു ക്ലിപ്പിൽ ഒരു അവതാരനും പറഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരുപാട് കണ്ടതാണ് കാശ്മീർ. യുവരാജ് ഗോകുലിനെ ഞാൻ ആധികാരികമായി വെല്ലുവിളിക്കുകയാണ്. യുവരാജ് ഗോകുലിനെ ആധികാരികമായി വെല്ലുവിളിക്കുകയാണ്. എന്റെ ചാനലിൽ ഞാനോ ഏതെങ്കിലും അവതാരകരോ താങ്കൾ പറഞ്ഞ മട്ടിൽ ഒന്ന് തെളിയിക്കാവോ? ആധികാരികമായി വെല്ലുവിളിക്കുകയാണ് യുവരാജ് ഗോകുൽ. അല്ല എനിക്കിപ്പോ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ ചാനൽ മുഴുവൻ റിവൈൻഡ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റും. വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളാരും അങ്ങനെ വെറുതെ വന്നിരുന്ന് വാലും തുമ്പും ഇല്ലാത്ത പോലെ പോവേണ്ട കാര്യമൊന്നുമില്ല. കാശ്മീർ വെറുതെ വന്ന് വാലും തുമ്പും ഇല്ലാതെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വെറുതെ വന്ന് വാലും തുമ്പും ഇല്ലാതെ എന്താണ് ഗുജറാത്ത് വാലും തുമ്പും ഇല്ലാതെ ആകാശത്തേക്ക് വെടിവെക്കുകയാണ് അല്ലേ? ഗുജറാത്ത് ശരിയാണോ? ഒരു യുവാവായി അങ്ങ് പറയുന്നത് ശരിയാണോ? ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചു. ആ ആരോപണം ഞാൻ തിരിച്ചു പറയുന്നത്, ഇത്രയധികം ആരോപണങ്ങൾ ഇവിടുത്തെ ന്യൂസ് ആങ്കേഴ്സും ഇവിടുത്തെ ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സും എത്ര തവണ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ യുവരാജ് ഗോകുൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുകയാണ്. ഇനി പോട്ടെ, ഇനി ഏതെങ്കിലും ഞാൻ പിന്നെയും പറയുന്നു ശ്രീ യുവരാജ് ഗോകുൽ, ഞാൻ പിന്നെയും പറയുന്നു, ഇവിടെ താങ്കൾ ചുമ്മാ ആകാശത്തേക്ക് ഉണ്ടയില്ല അവിടെ വെക്കരുത്. ഞാനോ അല്ലെ എന്റെ ചാനലോ ഏതെങ്കിലും അവതാരമോ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ആധികാരികം പറയുകയാണ്. താങ്കൾ ഉണ്ടയില്ല അവിടെ വെച്ചാണ്. പോട്ടെ, ഇനി താങ്കൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ, അല്ല യുവരാജ് ഒന്ന് കേൾക്കൂ സർ. ഞാനല്ല വിഷയം, താങ്കൾ വിഷയം എടുത്തിട്ടല്ലേ? ഞാനല്ല വിഷയം, താങ്കളാണ് വിഷയം എടുത്തിട്ടത്. ഞാനല്ല സർ, വിഷയം എടുത്തിട്ട് താങ്കളാണ് സാർ. ഇത് ആ വിഷയം എടുത്തിട്ട് താങ്കളാണ്, ഞാനല്ല താങ്കളാണ് വിഷയം എടുത്തിട്ടത്. താങ്കളാണ് പുൽവാമ ഉന്നയിക്കുന്നത്. ഇല്ലെന്നേ ഞാൻ സത്യപാൽ മാലിക്കിനെ കോട്ട് ചെയ്തേ ഉള്ളൂ. ഞാൻ സത്യപാൽ മാലിക്കിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒരു പ്രധാനമന്ത്രി അടിസ്ഥാനമില്ലാത്ത എന്ത് കാര്യം എവിടെ പറയാവുന്നതാണോ? ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ താഴെ ഇരിക്കുന്ന ഞങ്ങളെ പോലുള്ളവർ വരെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയും. 10,000-കണക്കിന് നേതാക്കൾ ഉണ്ടാവുന്നേ. ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് നമുക്ക് അങ്ങനെ എന്തിനു പറഞ്ഞു, ഇങ്ങനെ എന്തിനു പറഞ്ഞു, അതെന്ത് കേസെടുത്തു, ഇതെന്ത് കേസെടുത്തു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും തിരിച്ചതാണ് ചോദിച്ചത്. നിങ്ങൾ ഇവിടെ വന്നിരുന്ന് എന്തൊക്കെ വിളിച്ചു പറയുന്നു?